Pastor Bill. Amen. Hallelujah. 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 We appreciate Pastor Daniel for allowing us to come and minister to you today. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യ കടന്നു വന്ന് വചനം ശുശ്രൂഷിപ്പാനായിട്ട് എനിക്ക് അനുവാദം നൽകി തന്ന എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. Daniel has tattoos and I have to wear shoes. ഡാനിയലിന് അവൻ്റെ ശരീരത്തിൽ മുഴുവൻ പച്ച കുത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിലത്ത് ചവിട്ടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഷൂട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. തണുപ്പെടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കാലുകൾ വളരെ മൃദുലമാണ്. It's awesome being here today. നിങ്ങളോട് കൂടി ആയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമായിട്ട് ഞാൻ കാണുന്നു. I want to share a scripture, Luke chapter 12 verse 49. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം വചനധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് 12:49. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. He said, I came to bring a fire on this earth. കർത്താവ് പറയാണ്, ഭൂമിയിൽ തീയിടുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. I wish it was already kindled. എന്നിട്ട് കർത്താവ് പറയുന്നു, അയ്യോ അത് ഇപ്പോഴേ കത്തിയെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. And Jesus came to start a fire. യേശു വന്നത് ഒരു തീയിടാൻ വേണ്ടിയാ. John the Baptist prophesied and said, there's one coming who will baptize you with Holy Spirit and fire. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങളെ തീയിലും ആത്മാവിലും സ്നാനം കഴിപ്പിക്കുമെന്ന്. I'm just a country boy like Daniel is also. ഡാനിയൽ പറഞ്ഞതുപോലെ ഞാനും ഒരു അമേരിക്കയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യനാ. I'm come from a small community in Tennessee. ടെന്നസിയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. I'm the first generation Pentecostal. പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ആദ്യമായി വന്ന ഒരു തലമുറയാണ് എൻ്റെ തലമുറ. I was 29 years old when I gave my life to Jesus. യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ എനിക്ക് 29 വയസ്സായിരുന്നു. I had a good job. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. I had a wife and children. ഭാര്യ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. But God moves us next door to a church. അങ്ങനെ ദൈവം ഞങ്ങളെ ഒരു ആരാധനാലയത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ താമസം മാറ്റിച്ചു. The church my wife grew up in. അവിടെയാണ് എൻ്റെ ഭാര്യ സഹോദരി വളർന്നു വന്നത്. I wound up going to church with her. അവളോടൊപ്പം ഞങ്ങൾ ആ പള്ളിയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. There I gave my life to Jesus. അവിടെ വെച്ചാണ് ഞാൻ യേശുവിന് എൻ്റെ ജീവിതം സമർപ്പിച്ചത്. For 29 years I searched for something to fill this emptiness in my heart. 29 വർഷങ്ങൾ എൻ്റെ ഹൃദയത്തിന്റെ ശൂന്യത നിറയ്ക്കുവാൻ ഞാൻ പലതും ആരാഞ്ഞു നോക്കി. But on that day Jesus filled that emptiness in my heart. എന്നാൽ 29-ാമത്തെ വയസ്സിൽ യേശു എൻ്റെ ഹൃദയത്തിന്റെ ശൂന്യതയിലേക്ക് കടന്നു വന്ന് അത് നിറച്ചു തന്നു. But I had no plans to travel the world and preach about Jesus. എന്നാൽ ലോകമെമ്പാടും യാത്ര ചെയ്ത് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്നൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു. I thought I would just continue working my job and being a good person. ഞാൻ വിചാരിച്ചു എൻ്റെ ജോലിയിൽ തുടർന്നുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം മുഴുവനും. But I did do this. I want more of you, God. എന്നാൽ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ടാണ്, കർത്താവേ എനിക്ക് നിന്നെ കുറെ കൂടെ അടുത്തറിയണം, കുറെ കൂടെ എനിക്ക് മനസ്സിലാക്കണമെന്ന്. The church I was in was not a Pentecostal church. ആദ്യമായി ഞാൻ രക്ഷിക്കപ്പെട്ടതായ സഭ എന്ന് പറയുന്നത് ഒരു പെന്തക്കോസ്ത് സഭ ആയിരുന്നില്ല. I asked my pastor one day out of Mark chapter 1, it says Jesus cast out demons. When are we going to cast out demons? അങ്ങനെ ഒരു ദിവസം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഭൂതങ്ങളെ പുറത്താക്കി എന്നുള്ള ഒരു സംഭവം വായിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ചെന്നു പള്ളിയിലത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നാ നമ്മൾ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കാൻ തുടങ്ങുന്നതെന്ന്. Oh, he said we don't do that anymore. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല നമുക്ക് ആ പരിപാടി ഒന്നുമില്ല. They didn't know back then that what the name of the disease was, so they called it a demon. അതായത് അക്കാലത്ത് ആ പൈശാചിക ശക്തികൾ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്നത് അന്ധകാര ശക്തിയാണ് അല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തിയാണ് എന്ന് അവർ അറിയാത്തത് കൊണ്ട് അതിനെ ഓരോ രോഗങ്ങളുടെ പേരിട്ടായിരുന്നു അവർ വിളിച്ചിരുന്നത്. I thought I was a very young Christian then. ആ സമയത്ത് ഞാനൊരു വളരെ വിശ്വാസത്തിലേക്ക് വന്ന ആദ്യ അനുഭവങ്ങളാണ് എൻ്റെ. But I thought if this man Jesus was the Son of God, അപ്പോൾ ഞാൻ വിചാരിച്ചു യേശു എന്ന് പറയുന്ന ഈ മനുഷ്യൻ ദൈവപുത്രനാണെങ്കിൽ he knows everything. യേശുവിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. He didn't know the difference between a sickness and a demon. നോക്കുക, യേശുവിന് ഒരു രോഗം എന്താണെന്നും പൈശാചിക ശക്തിയുടെ പ്രവർത്തനം എന്തായിരുന്നെന്നും വളരെ വ്യക്തമായി അറിയുവാൻ കഴിയും. We must have a problem now because Jesus doesn't know the difference. അതായത് യേശുവിന് അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് അതനുസരിച്ച് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. But I came to find out there is a difference. There are demons. ഞാൻ ഒരു കാര്യം പറയാം,
അന്ധകാര ശക്തികൾ എന്ന് പറയുന്ന പൈശാചിക ശക്തികൾ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്, സംശയമില്ല. And there are sicknesses. അതോടൊപ്പം തന്നെ രോഗങ്ങളുമുണ്ട്. I had some friends that I worked with that were Pentecostal. എന്നാൽ ആ കാലത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പെന്തക്കോസ്തുകാരായ ചില വിശ്വാസികൾ എന്നോട് കൂടെ ജോലി ചെയ്തിരുന്നു. They kept telling me there's more. അവരെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, അതായത് നീ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന അനുഭവത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന കുറെ കൂടെ ആത്മീയ അനുഭവങ്ങൾ ഇനിയും നിനക്ക് പ്രാപിപ്പാനുണ്ടെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. God wants to baptize you in the Holy Spirit. അവരെന്നോട് പറഞ്ഞു, ദൈവം നിന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. That was a little strange to me. എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ഉപദേശമായിരുന്നു. But a man at his service one night laid hands on me and prayed for me that God would fill me with His Holy Spirit. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ സംബന്ധിച്ച ഒരു യോഗത്തിൽ ഒരു ദൈവദാസൻ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് പരിശുദ്ധാത്മപൂർണ്ണനായി തീർന്നു. I felt His presence that night, but I did not speak in tongues. ദൈവത്തിന്റെ സാന്നിധ്യം അന്ന് എനിക്ക് മനസ്സിലായെങ്കിലും അന്യഭാഷയൊന്നും അന്ന് എൻ്റെ വായിൽ നിന്ന് വന്നില്ല. He said, within 3 days you're going to be speaking in tongues. അദ്ദേഹം എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞു, 3 ദിവസത്തിനകം നീ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ പോകുന്നു എന്നോട് പറഞ്ഞു. I'd been told that's not real. ഞാൻ പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒന്നാമത് അന്യഭാഷയിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. But I went home that night and went to sleep. അന്ന് രാത്രി ഞാൻ ഭവനത്തിലേക്ക് കടന്നു ഉറങ്ങുവാൻ തുടങ്ങി. And the next morning my wife took our children to school. രണ്ടാമത്തെ ദിവസം ഭാര്യ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. I was in my bedroom reading my Bible. ഞാൻ എൻ്റെ കിടക്കമുറിയിൽ ഇരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And something came into the room. പെട്ടെന്ന് എന്തോ ഒന്ന് എൻ്റെ മുറിയിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. He did not knock on the doors. He did not ask permission. വാതിലൊന്നും മുട്ടിയിട്ടല്ല കടന്നു വന്നത്. എൻ്റെ അനുവാദം ചോദിക്കാതെ തന്നെ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. The Holy Spirit came in the room. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മുറിയിൽ പ്രത്യക്ഷനായി. I began to weep and cry, and the next thing I knew, I was speaking in tongues. ഞാൻ കരയുവാൻ ആരംഭിച്ചു, ഞാൻ നിലവിളിക്കാൻ ആരംഭിച്ചു. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷകൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. And while I'm speaking in tongues, there's 2 voices in my head. ഞാൻ ഈ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. One voice is saying, you need to be quiet, you need to shut up. ഒരു ഭാഗത്ത് പറയുന്നു, നീ മിണ്ടാതിരിക്കുക, എന്തുവാ നീ സംസാരിക്കുന്നത്, നീ മിണ്ടാതിരിക്കുക എന്നൊരു ശബ്ദം ഒരു ഭാഗത്ത്. You need to stop this. നീ ഈ മണ്ണത്തരം നീ നിർത്തണം ഇപ്പോൾ തന്നെ. This sounds very ridiculous. ഇത് ഭോഷത്വമാണ്, നീ മിണ്ടാതിരിക്കുക എന്നൊരു ശബ്ദം എൻ്റെ ചെവികളിൽ കേൾക്കാമായിരുന്നു. But the other side of my mind എൻ്റെ മനസ്സിന്റെ മറ്റു ഭാഗത്ത് was saying, you need to keep praying. ആ പറയുന്നു, നീ ഇത് തുടർന്നുകൊണ്ടിരിക്കണം എന്നുള്ള ശബ്ദം കേട്ടു. Something is happening. എന്തോ ഒരു വടംവലി നടക്കുകയാണ്. So I kept praying. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. And after a little bit of time, അല്പസമയത്തിനു ശേഷം the voice on this side had to leave. എൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഞാൻ നിർത്തുക എന്ന് പറയുന്ന ആ ശബ്ദം നിർത്തലാക്കപ്പെട്ടു. And I felt this fire come down in my body. ഒരു അഗ്നി എൻ്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി എനിക്ക് തോന്നി. From the top of my head to the bottom of my feet. എൻ്റെ തലയുടെ എൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ അനുഭവിച്ചു. I got that fire that Jesus came to send on the earth. യേശു പറഞ്ഞതായ ആ അഗ്നി എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ അനുഭവിച്ചു. When you get a hold of that fire, ആ അഗ്നി നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ it'll change your life. അത് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. I don't know why God called me to travel the world. എന്തുകൊണ്ടാണ് കർത്താവ് എന്നെ ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ വിളിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. I'm a simple country boy. ഞാനൊരു സാധാരണക്കാരൻ, ഒരു ഗ്രാമീണ പൈതൽ ചെറുക്കൻ മാത്രമാണ്. God takes me to different cultures. അനേക സംസ്കാരങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുന്നു. Sometimes I don't like the food very much. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ആഹാരം പോലും എൻ്റെ വയറ്റിന് പിടിക്കുന്ന ആഹാരമല്ല. 1 month ago we were in Barrow, Alaska. ഒരു മാസം മുമ്പ് ഞങ്ങൾ അലാസ്കയിലെ ബാരോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. They had just harpooned a whale. അവര് ഒരു തിമിംഗലത്തിനെ കൊന്നു. And they brought it up on the land. അതിനെ കൊന്നേച്ച് അവര് ഭക്ഷണത്തിനായിട്ട് കൊണ്ടുവന്നു. The Eskimo people up there. അവിടെ താമസിക്കുന്ന എസ്കിമോ എന്ന് പറയുന്ന ആളുകളാണ് അവിടെ താമസിക്കുന്നവര്. The whole village came to help cut apart the whale. അങ്ങനെ ആ തിമിംഗലത്തെ മുറിക്കാനായിട്ട് ഗ്രാമക്കാർ മുഴുവൻ എത്തിച്ചേർന്നിരിക്കുക. One whale feeds a whole village. കാരണം ആ ഒറ്റ തിമിംഗലം മതി ഗ്രാമത്തിലുള്ളവരെ എല്ലാം പോഷിപ്പിക്കാനായിട്ട്. And then they're asking me, do you want some whale? എന്നോട് ചോദിച്ചു, ഒരു കഷ്ണം രുചിച്ചു നോക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, എൻ്റെ ഇലയിലോട്ട് വിളമ്പണ്ട. The word Eskimo means this. എസ്കിമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ്, people who eat raw meat. അതായത് പച്ചമാംസം ഭക്ഷിക്കുന്നവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. They eat the meat, the whale raw, the caribou raw, the moose raw. എല്ലാ മാംസങ്ങളും മത്സ്യങ്ങളും പച്ചയ്ക്ക് തിന്നുന്നവരാണ് അവര്. I like to cook my food. എന്നെ സംബന്ധിച്ചത് വേവിക്കാതെ കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. Plus, while we're there, it's 0 degrees Celsius. അതും മാത്രമല്ല അവിടെ തണുപ്പിന്റെ അങ്ങേ അറ്റത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. And now we're down here and it's
35 degrees അവിടെ Celsius. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 33 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂട്ടിലോട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നേക്കുന്നത്. It doesn't make any natural sense to do these things. ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാൽ യാതൊരു യുക്തിക്ക് നിരക്കുന്ന വസ്തുതകളല്ല. To get in an airplane and travel for 20 hours. 20 മണിക്കൂറോളം പ്ലെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ വരിക എന്ന് പറയുന്ന മണ്ടത്തരമാണെന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. To come to a people who speak a different language. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവര്, What do I have to offer you? എനിക്ക് എന്താണ് നിങ്ങൾക്ക് തരുവാനായിട്ടുള്ളത്? I don't have much. എനിക്കൊന്നും തരാനില്ല. But the one who's living inside of me, എന്നാൽ എന്നിൽ വസിക്കുന്ന ഒരുവനുണ്ട്. the same spirit that raised Jesus from the dead. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് Hallelujah. എന്നിൽ വസിക്കുന്നുണ്ട്. He's living inside of me. അവൻ എന്നിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. We don't have to fear anything. അതുകൊണ്ട് എനിക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. We can do all things യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സകലതും ചെയ്യുവാൻ കഴിയും. because Christ is living inside of us. കാരണം ക്രിസ്തു നമ്മളിൽ അധിവസിക്കുന്നു എന്നുള്ളത് കൊണ്ട്. The Son of God is living inside of us. ദൈവം നമ്മളിൽ വസിക്കുന്നു. And we're at a time right now ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടമുണ്ടല്ലോ, where God is telling the church to wake up. സഭയെ ഉണരുക, നിന്നോട് അധിവസിക്കുന്നവൻ ആരെന്ന് നീ വെളിപ്പെടുത്തുക. Persecution is not just in India. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, It's in America. അമേരിക്കയിലും അങ്ങനെ തന്നെയാണ്, It's in Africa. ആഫ്രിക്കയില്, It's in Asia. ഏഷ്യയില്, It's all over the world. ലോകത്തിന്റെ എമ്പാടും. It's the church's greatest hour. ഇതാ സഭയ്ക്ക് ഏറ്റവും പ്രാധാന്യമേറിയ സമയമാണിത്. നമുക്ക് പ്രവർത്തിക്കുവാൻ പറ്റിയ സമയമാണിത്. His promise was, in the last days I'll pour out my spirit on all flesh. അവന്റെ വാഗ്ദത്തം എന്നാണെന്ന് അറിയാമോ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. It's not time for us to put our heads down in shame. അതുകൊണ്ട് തലകുനിച്ചിരിക്കേണ്ട സമയമല്ല ഇത്. It's time to rise up. എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമത്രേ. That's why God is sending fire. അതുകൊണ്ടാണ് അവൻ തന്റെ അഗ്നി തീ സഭയ്ക്ക് നൽകി കൊടുത്തിരിക്കുന്നത്. The early church had the fire. ആദിമ സഭയ്ക്ക് ഈ തീ ഉണ്ടായിരുന്നു. They could be put in jail. അതുകൊണ്ട് അവർ ജയിലിൽ അകപ്പെട്ടു. They could be whipped and beating and stoned. അടിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. But they refused to preach the gospel, refused to say no to Jesus. എന്നിട്ടും അവർ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. They could not stop them from preaching the gospel. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അവരെ പിന്തിരിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. It's not that they were different men and women. നമ്മളിൽ നിന്ന് അവർ വ്യത്യസ്തരായതുകൊണ്ടല്ല, It's that they had a fire inside of them. അവരുടെ അകത്ത് കത്തിയ ഒരു തീ ഉണ്ടായിരുന്നു. When that fire gets on us, ആ തീ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ we'll go anywhere. നമ്മൾ എവിടെ വേണേലും പോകും. We'll say what he wants us to say. അവൻ നമ്മളോട് പറയുവാൻ പറഞ്ഞതെല്ലാം നമുക്ക് പറയുവാൻ കഴിയും. We'll do what he wants us to do. അവൻ നമ്മളോട് ചെയ്യുവാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ കഴിയും. We need the fire to come again. ആ അഗ്നി നമ്മളിൽ ഒരിക്കൽ കൂടെ കത്തേണം. We need the upper room experience to come again. ആ മാളിക മുറിയുടെ അനുഭവം നാം ഓരോരുത്തരും പ്രാപിക്കണം. If we're Pentecostals, we need to be Pentecostals. പെന്തക്കോസ്തുകാരാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ആ പെന്തക്കോസ്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We say, Jesus, I will follow you anywhere, but will we really do that? കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിച്ചു കൊള്ളാമെന്നൊക്കെ നമ്മൾ പറയും പാടും, പക്ഷെ വാസ്തവത്തിൽ അതിന് നമ്മൾ തയ്യാറാണോ? When that fire comes on you, you will do that. ആ അഗ്നി നിന്നിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. God's calling us to do this thing. ഇത് ചെയ്യാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. That scripture in Matthew chapter 6 where Jesus taught them how to pray. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിക്കുന്നു. He said, pray like this. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. Our Father who is in heaven, hallowed be your name. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let your kingdom come on earth as it is in heaven. സ്വർഗ്ഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം അല്ലെങ്കിൽ നിന്റെ രാജ്യം ഈ ഭൂമിയിൽ ആയിത്തീരട്ടെ. Many of the church are waiting for a rescue mission. നോക്കുക, അനേക സഭകളും ഒരു ഉദ്ധരിക്കുന്ന വീണ്ടെടുക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. We keep saying Jesus is coming back very soon. Come and get us. നോക്കുക, പലപ്പോഴും പറയുന്നത് കർത്താവേ വന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളണമേ എന്ന് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. In America, a lot of the church is hiding out and waiting for the return. അമേരിക്കയിലെ പല വിശ്വാസികളും ഒളിച്ചിരിക്കുകയാണ് കർത്താവിന്റെ വരവ് വന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകാനായിട്ട്. God never called us to hide out. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒളിച്ചിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. The Bible says he's coming for a spotless bride. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കറയും കളങ്കവും ഇല്ലാത്ത വട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരു സഭയ്ക്ക് വേണ്ടി അത്രേ കർത്താവ് വരുന്നത്. I've been married 34 years.
34 വർഷമായി ഞാൻ കുടുംബജീവിതം നയിക്കുന്നു. I remembered when I came to the church to get married. വിവാഹ ദിവസം ഞാൻ പള്ളിയിലേക്ക് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. I was waiting for my wife to come in the back door and come down the aisle. നോക്ക്, ഞാൻ പള്ളിയുടെ പുറകിലത്തെ വാതിലൂടെ ആ പ്രിയപ്പെട്ടവളെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. Dressed in a white dress. ഒരു വെള്ള വസ്ത്രധാരിയായിട്ട്. Her most beautiful day. ആ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ ഒരു ദിവസം. Now what would it have been like if I had to go somewhere and rescue her from a closet? എന്നാൽ ഞാനൊരു കാര്യം വിചാരിക്കുക, അതായത് അവൾ വരാതെ അവളെ എവിടെങ്കിലും ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ചെന്ന് അവളെ പൊക്കിയെടുത്തുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് വരേണ്ട ഒരു ഗതികേടായിരുന്നു അന്നെന്ന് വിചാരിച്ചു നോക്കൂ. I didn't want to have to go find her somewhere all dirty and beat up. നോക്കുക, അവൾ എവിടെ ഓരോരുത്തടുത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടെ, ചുക്കിച്ചുളഞ്ഞ വസ്ത്രത്തോടുകൂടെ അവൾ ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് അവിടെ ചെന്ന് അവളെ എടുത്തുകൊണ്ട് വരേണ്ട ഒരു ഗതികേടായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിക്കേ. I was looking for a spotless bride, a beautiful bride. ഞാൻ നോക്കിയത് കറയും കളങ്കവുമില്ലാത്ത, വട്ടവും മാലിന്യവുമില്ലാത്ത, കറയും ചുളുക്കവുമില്ലാത്ത ഒരു കന്യക എനിക്ക് വേണ്ടി വരുന്നതിനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. Jesus is looking for a beautiful bride. അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു നോക്കുന്നത്. He's looking for a glorious bride. മഹത്വപൂർണ്ണമായ ഒരു സഭയ്ക്ക് വേണ്ടി. He told us to pray that what's happening in heaven would come to earth. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലുമായി തീരണമെന്ന്. Many of us have enough Jesus to go to heaven one day. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിൽ പലർക്കും സ്വർഗത്തിൽ പോകാൻ മതിയായത് അത്രത്തോളം യേശു നമ്മുടെ ഹൃദയത്തിലുണ്ട്. But do you have enough Jesus to bring heaven to earth? എന്റെ ചോദ്യം ഇതാണ്, എന്നാൽ സ്വർഗത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരത്തക്ക വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? We are responsible to bring heaven down here to earth. നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗത്തെ പോലെ ഭൂമിയിലുമായി തീരേണ്ടതിന് വേണ്ടിയാണ്. The Bible says everything that can be shaken will be shaken. വേദപുസ്തകം പറയുന്നു, സകലത്തെ ഞാൻ കുലുക്കുന്ന ഇളക്കുന്ന ഒരു സമയം വരുന്നു എന്ന്. That only his kingdom will stand. അവന്റെ രാജ്യം മാത്രമേ ഇളകാത്ത രാജ്യമായി നിലകൊള്ളുകയുള്ളൂ. While we're here, we must bring the kingdom of God down. നാം ഇവിടെ ആയിരിക്കുമ്പോഴാ ആ ഇളകാത്ത രാജ്യം ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നാം അധ്വാനിക്കേണ്ടത്. In Matthew chapter 13, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ it says, Jesus said the kingdom of God is like this. ദൈവരാജ്യം ഇങ്ങനെയാകുന്നു എന്ന് പറയുന്നുണ്ട്. Verse 31 and 32. 31-32 വാക്യങ്ങളാ. മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലിയതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അതൊരു വൃക്ഷമായി തീർന്നു. So the kingdom of God is like this. ദൈവരാജ്യം ഇതിനെ സദൃശ്യമെന്ന് പറയുകയാണ്. It's the smallest of seeds. വിത്തുകളിൽ ഏറ്റവും ചെറുതായിരിക്കുന്ന ഒരു കടുകുമണിയോട് സദൃശ്യം. But when it's planted in a garden, എന്നാൽ അത് മണ്ണിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ it becomes the biggest of plants. അത് വളരുവാൻ ആരംഭിച്ചു. It doesn't allow the weeds to take over. നോക്കുക, അതിന് ചുറ്റുപാടുമുള്ള കളകൾ ആ തൈയിനെ കീഴടക്കുവാൻ തൈ അനുവദിച്ചില്ല. It takes over the weeds. നോക്കുക, അത് കളകളെ കീഴടക്കിക്കൊണ്ട് ഒരു വലിയ വൃക്ഷമായി വളരുകയാണ്. This is what the kingdom is like. ഇതത്രേ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. Matthew 13:33. 13-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം മത്തായിയുടെ സുവിശേഷം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. It's like a little bit of leaven. നോക്കുക, ഒരു അല്പം പുളിച്ച മാവിനോട് സദൃശ്യം. When it's put into the flour, അത് മാവിനോട് ചേർത്ത് വെച്ചപ്പോഴാ it takes over the flour. അത് മാവിനെ മുഴുവൻ പുളിപ്പിച്ചു. It doesn't ask what is the government doing.
ഗവൺമെന്റ് ദൈവരാജ്യത്തിനെതിരെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിഷയമല്ല. There's a government and a kingdom that's higher than all governments. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിന് അതീതമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനവും ഭരണകൂടങ്ങളും ലോകത്തിൽ ഇല്ല. In Isaiah it says the government will rest on his shoulders. വിശുദ്ധ വേദപുസ്തകം പറയുന്നു ആധിപത്യം അവന്റെ തോളിലാണ്, ഭരണം അവന്റെ തോളിലാണ്. We have to decide if we're going to obey his government or the local government. അതുകൊണ്ട് നാം തീരുമാനിക്കേണ്ടത് നാം അവനെയാണോ അനുസരിക്കേണ്ടത് അതോ പ്രാദേശികമായതിനെയാണോ അനുസരിക്കേണ്ടത്. It's time for an outbreak of God. ദൈവത്തിന്റെ ഒരു വലിയ പ്രവർത്തനത്തിന്റെ സമയമായിരിക്കുന്നു. We have to decide in our hearts നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. that when the fire of God comes, ദൈവത്തിന്റെ ആ അഗ്നി നമ്മളിൽ കത്തിക്കഴിയുവാൻ, when the kingdom comes, ദൈവത്തിന്റെ രാജ്യം നമ്മളിലൂടെ വെളിപ്പെടുവാൻ, if we have the same power they had in the book of Acts, നോക്കുക, അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരിൽ വ്യാപരിച്ച അതേ ശക്തിയാണ് നമ്മളിലും വ്യാപരിക്കുന്നത്. there's nothing that can stop the kingdom. നമ്മെ തടഞ്ഞു നിർത്തുവാൻ ശക്തമായിരിക്കുന്ന ഒന്നും ഈ ലോകത്തിലില്ല. We're not our own, we're sent by heaven. ഒരു കാര്യം പറയട്ടെ, നാം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നിൽക്കുന്നവരല്ല, നമ്മെ അയച്ചിരിക്കുന്ന, നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗീയമായ ശക്തിയുണ്ട്. All other kingdoms have to bow down. മറ്റ് സകല ഭരണകൂടങ്ങളോ ഈ ദൈവരാജ്യത്തിന്റെ മുൻപിൽ തലകുനിച്ചേ മതിയാകുള്ളൂ. Every knee has to bow down. എല്ലാ മുഴങ്കാലും വണങ്ങും. It's not time for the church to go to sleep. അതുകൊണ്ട് ദൈവസഭയെ ഉറങ്ങാനുള്ള സമയമല്ല ഇത്, വിശ്വാസികളെ ഉറങ്ങാനുള്ള സമയമല്ല. It's time for the church to rise up. നാം എഴുന്നേൽക്കേണ്ട സമയമാണ്. You know what tears every kingdom down? നോക്കുക, എല്ലാ രാജ്യത്തെയും തകർത്ത് കളഞ്ഞത് എന്താണെന്ന് അറിയാമോ? You know where every revival started from in history? ചരിത്രത്തിൽ ഉണർവുകൾ ആരംഭിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ? When men and women bowed their knees to the ground and began to cry out and pray, "Oh God, come." ദൈവത്തിന്റെ ജനം മുഴങ്കാലുകളെ മടക്കി ദൈവത്തോട്, ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങളിലാണ് ഉണർവ് ആരംഭിച്ചത്. Look what happened when God came to a man named Nebuchadnezzar. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം വന്നപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് അറിയാമോ? He was the greatest of kings in the Old Testament time. പഴയ നിയമകാലത്തെ അതിമഹത്തനായ രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു നെബൂഖദ്നേസർ. He was a ruler over all the earth. ആ കാലത്തെ സകല രാജ്യങ്ങളുടെയും അധിപനായിരുന്നു അവന്. He began to think that he was somebody. He became proud. നോക്ക്, അവൻ ആരോ ആണെന്നുള്ളൊരു ചിന്ത ഒരു ദിവസം അവനെ ഭരിച്ചു, നിഗളം അവനെ ഭരിച്ചു. He said, "Look what all I've done." നോക്കുക, ഞാൻ നേടിയതൊക്കെ ശ്രദ്ധിച്ചാട്ടെ എന്നവൻ പറഞ്ഞു. There are a lot of leaders right now that are saying, "Look what I've done." നോക്കുക, ഇന്ന് ലോക രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ പല നേതാക്കന്മാരും പറയുന്നത്, നോക്കുക ഞാൻ ചെയ്ത കാര്യങ്ങൾ. And they don't give glory to God. ദൈവത്തിന് അവർ മഹത്വം കൊടുക്കുന്നില്ല. I'm here to tell you, God is able to come and touch them. എന്നാൽ ഒരു കാര്യം പറയാം, ദൈവം അങ്ങനെയുള്ളവരെ മുഴുവൻ തൊടുവാൻ പോകുകയാണ്. God came and touched Nebuchadnezzar. നെബൂഖദ്നേസറിനെ ദൈവം സന്ദർശിച്ചു. And he wound up looking like an animal. നോക്കുക, അവൻ കാളയെ പോലെ പുല്ല് തിന്നുന്നവനായി മാറി. He was out in the yard for 7 years. 7 വർഷത്തോളം അവന്റെ സുബോധം നഷ്ടപ്പെട്ട കാളയെ പോലെ അവൻ പുല്ല് തിന്നു. His nails grew out long. നോക്കുക, അവന്റെ നഖങ്ങൾ വളർന്നു, His hair grew out long. മുടി വളർന്നു. He looked like a wild animal. നോക്കുക, ഒരു കാട്ടുമൃഗത്തെ പോലെ അവനായി തീർന്നു. For 7 years, God was teaching him a lesson. 7 വർഷം ദൈവം അവനെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. After 7 years, he looked up and he gave glory to God. 7 വർഷത്തിനു ശേഷം അവൻ അത്യുന്നതങ്ങളിലേക്ക് അവന്റെ കണ്ണുകൾ ഉയർത്തി. And then he got up and he was a different man. അവന്റെ സുബോധം അവന് തിരിച്ചു വന്നു. അവൻ മനുഷ്യനായി തീർന്നു. God commands us to pray for leaders. ഇന്ന് പകൽക്കാലം ദൈവം നമുക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, To pray for the church. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. It's time for revival to come. ഉണർവിന്റെ സമയമായിരിക്കുകയാണ്. It's time for the fire of God to touch us again. ദൈവത്തിന്റെ അഗ്നി വീണ്ടും കത്തേണ്ട സമയമായിരിക്കുന്നു. It's time for us to be a Pentecostal church again. ഞാനൊരു കാര്യം പറയാം, നാം പെന്തക്കോസ്തുകാരായി പെന്തക്കോസ്തിന്റെ ശക്തിയോടെ ജീവിക്കേണ്ട സമയമായിരിക്കുകയാണ്. It's time for us to have the power they had in Acts chapter 2. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ട അതേ ശക്തി നമ്മൾ വെളിപ്പെടേണ്ട സമയമായിരിക്കുന്നു. We need an upper room experience. ആ മാളിക മുറിയുടെ അനുഭവം നമ്മളിലേക്ക് മടങ്ങി വരേണ്ട സമയമായിരിക്കുന്നു. We need a new baptism of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ സ്നാനം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. We need the fire to come again. നോക്ക്, ആ അഗ്നി വീണ്ടും നമ്മളിൽ കത്തേണ്ട സമയമായിരിക്കുന്നു. It's time for Jesus to show up. നോക്കുക, യേശു നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. I mean, he raised up a country boy from America അമേരിക്കയിലെ ഒരു ഗ്രാമീണ ബാലനായി എന്നെ അവൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ to travel all the way over and speak to you today. ലോകത്തിലെമ്പാടും സഞ്ചരിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുവാനും ഇന്ന് നിങ്ങളോട് ഇത് അറിയിക്കുവാനും ദൈവം എടുത്തെങ്കിൽ, Not just to get souvenirs. നോക്കുക, ഞാൻ ഇവിടെ വന്നത് നാട് കാണാനോ
ഒന്ന് കാഴ്ച കാണാനോ ഇവിടുന്ന് വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോകാനോ അല്ല. Not just to eat the food. ഇവിടുത്തെ ഭക്ഷണമാണ്, ഇവിടുത്തെ സാംസ്കാരിക ഭക്ഷണം തിന്നാൻ വന്നതല്ല. But he came to say, it's your time. ഞാൻ വന്നത് ഇത് നിങ്ങളുടെ സമയമാണെന്ന് നിങ്ങളോട് പറയാനാ. It's your time, India. ഇത് നിങ്ങളുടെ ഇന്ത്യയിൽ ഭാരതത്തിലെ സഭയെ നിങ്ങളുടെ സമയമാണ്. It's your time. നിങ്ങളുടെ സമയമാണ്. It's time to rise up. എഴുന്നേൽക്കുവാനുള്ള സമയമാണ്. പ്രകാശിക്കാൻ. Let God stir your hearts again. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും രൂപാന്തരപ്പെടുത്തട്ടെ. Let his kingdom come in power. അവന്റെ രാജ്യം വെളിപ്പെടട്ടെ. We're not defeated. നാം പരാജിതരല്ല. We're not holding our heads down. നമ്മൾ തലകുനിച്ചിരിക്കുന്നവരല്ല. We're going to see heaven come. നാം സ്വർഗ്ഗരാജ്യം പണിയുവാൻ വിളിക്കപ്പെട്ടവരാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. If you believe that, stand up. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക്. How many in here have never been filled with the Holy Spirit and speak in tongues? പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അന്യഭാഷകളിൽ സംസാരിപ്പാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്തവരോ അന്യഭാഷകളിൽ സംസാരിക്കാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? How many have never? Amen. I want all of you to come. നിങ്ങൾക്കത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. What he did for me, he'll do for you. എനിക്ക് വേണ്ടി അവൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. Only come if you want to be filled with the fire, the Holy Spirit. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം, എനിക്കിത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ. കൈ ഉയർത്തിയവരെല്ലാം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഈ അനുഭവം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം. A couple of years ago, we were in Andhra Pradesh. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആന്ധ്രാപ്രദേശിലായിരുന്നു. In a church service, and I prayed for a man. He fell down under the power of God. ഞാൻ അവിടെ ഈ ആഹ്വാനം നൽകിക്കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരൻ അവിടെ താഴെ വീണു. And when he got up, അവൻ എഴുന്നേറ്റപ്പോൾ he was speaking in perfect English. നല്ല ഇംഗ്ലീഷ് ഭാഷയിലാണ് അദ്ദേഹം അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. Pastor, he was saying, Jesus is God, Jesus is mighty God, Jesus is wonderful God. അവൻ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു. യേശു ദൈവമാണ്, യേശു ശക്തനായവനാണ്, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. It was perfect English. വളരെ നല്ല ഇംഗ്ലീഷിൽ. He kept saying that over and over and over. അത് ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. Finally, I got tired of it. ഞാനത് മടുത്തു. And I said, be quiet in the name of Jesus. ഞാൻ പറഞ്ഞു ശരി മിണ്ടാതിരിക്കുക. But he just kept saying that. Jesus is God. Jesus is mighty God. വീണ്ടും അത് Jesus is പറഞ്ഞുകൊണ്ടേ wonderful God. ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. I was agreeing with him. Yes, you're right. He is. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതേ കർത്താവ് ദൈവം തന്നെയാണ്. But he was so excited. And so we finally were able to calm him down some. അദ്ദേഹം അത്രയും ആകാംക്ഷാഭരിതനായിട്ടായിരുന്നു അത് സംസാരിച്ചുകൊണ്ടിരുന്നത്. And the pastor spoke to him in Telugu. I said, ask what's happening to him. പാസ്റ്റർമാരെ തെലുങ്കുവിൽ അദ്ദേഹത്തോട് സംസാരിച്ചു, എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. And the man said, I don't know. I've never spoken in that language before. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു ഭാഷ സംസാരിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. God baptized him in the Holy Spirit. He spoke in English. പരിശുദ്ധാത്മാവിനാൽ ദൈവം അവനെ നിറച്ചപ്പോൾ അവൻ ഇംഗ്ലീഷ് ഭാഷയിലാണ് സംസാരിച്ചത്. I've never seen that before. അത് ഞാൻ മുൻപ് ഇതുവരെയും കണ്ടിട്ടില്ല. It was awesome. അത് വളരെ മനോഹരമായ അനുഭവമായിരുന്നു. So I'm believing today ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു that God is going to baptize you in the Holy Spirit ദൈവം നിങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ and പോകുന്നു. the fire of God. ദൈവത്തിന്റെ അഗ്നി. And he's going to give you a heavenly language. ഒരു സ്വർഗീയമായ ഭാഷ നിങ്ങൾക്ക് നൽകി തരും. Whatever language it is. അതെന്ത് തന്നെയായിരുന്നാലും. The Bible says out of our belly വിശുദ്ധ വേദപുസ്തകം പറയുന്ന വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് ഈ നദി വരുന്നതെന്ന്. will flow rivers of living water. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് ഈ നദി വരുന്നത്. So his spirit's going to start in your belly and come up. നോക്കുക, നിന്റെ ഉദരത്തിൽ നിന്റെ അകത്തു നിന്നായിരിക്കും ഈ ഭാഷ പുറത്തു വരുന്നത്. And he's going to begin to flow out of you. അത് നിന്റെ വായിലൂടെ പുറത്തേക്ക് വരും. When that spirit comes up, just let him begin to flow. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വായിൽ തരുന്ന വാക്കുകൾ നീ പറഞ്ഞാട്ടെ. I want you to raise your hands right now. എല്ലാവരും നിങ്ങളുടെ കരങ്ങൾ ദൈവത്തിൽ ഉയർത്തിയാട്ടെ. And say, Jesus, യേശുവേ, പറഞ്ഞാട്ടെ, യേശുവേ, I ask you right now ഇപ്പോൾ തന്നെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, to baptize me in the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. You promised me and I want the promise. നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നല്ലോ, എനിക്ക് ആ വാഗ്ദത്തം തരണമേ. പറഞ്ഞാട്ടെ, നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നല്ലോ, എനിക്ക് ആ വാഗ്ദത്തം തരണമേ. I want the promise of heaven. ആ സ്വർഗീയമായ വാഗ്ദത്തം എനിക്ക് തരണമേ. And right now I receive. കർത്താവേ, ഞാനത് സ്വീകരിക്കുന്നു.
the fire of heaven. ആ സ്വർഗീയമായ അഗ്നിയെ ഞാൻ സ്വീകരിക്കുന്നു. തുടർന്ന് വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. We're going to begin to pray for you. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഈ ആത്മശക്തിയെ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്.